മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം വെറൈറ്റി സാധനങ്ങൾ കിടക്കുന്നത്. ഇതൊക്കെ മറ്റേ മട്ടനാണ് കേട്ടോ. ബീഫ്, മട്ടനെല്ലാം അവർക്ക് മീൻ പിടിക്കണം തോന്നുന്നു കേട്ടോ. ഇതിനൊക്കെ ഓരോ സ്റ്റൈലാണ്, ഓരോ സ്റ്റൈൽ മസാലയാണ്. ബീഫ്, ഇതെല്ലാം ചിക്കനാണ്. ഇതൊക്കെയാണ് മട്ടന്റെ വെറൈറ്റി സാധനങ്ങൾ. അടിപൊളി പറഞ്ഞേട്ടാ, കേറുകട മക്കളെ. അഴുക്ക പനി നമ്മളെ പാർവതി പുത്തനാട്ടിലെ വെള്ളമാണ് കിടക്കുന്നത്. അതാണ് ഇവിടെ റോഡ്. ഇതൊക്കെ ബാത്റൂമാണെന്ന് തോന്നുന്നു. സൈഡിൽ ഇരിക്കുന്നത് ടോയ്ലറ്റ്. ഇതോ കാണുന്നുണ്ട്, ഇത് ടോയ്ലറ്റ് ആണ്. കണ്ട ഈ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ വെള്ളമാണ് ഈ കാണുന്ന വെള്ളം. ഇവിടുത്തെ ഫിഷ് ആണ് സ്പെഷ്യൽ ഫുഡ്, ടേസ്റ്റി ഫുഡ്. ആ വെള്ളത്തിൽ കൂടെയാണ് ഇവരിങ്ങനെ നീന്തി പോണത്. സൂപ്പർ. ഗ്യാസ് എല്ലാം കൊണ്ടുപോകണം. വേസ്റ്റ് പ്ലാസ്റ്റിക് നീക്കം ചെയ്യണതാണ് കേട്ടോ. വെള്ളത്തിലുള്ള പ്ലാസ്റ്റിക് ഒരു വിധം അതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇതാണ് കാശ്മീരി ലോകം. മുട്ട ബിരിയാണി. ഇതാണ് കാശ്മീരി ലോകം എന്ന് പറയുന്നത്. മുന്തിരി ചെടി. കാശ്മീരി ജനതയാണ്. പന്ന വെള്ളമാണ് കേട്ടോ. നല്ല വെള്ളമൊന്നുമല്ല, മഹാവൃത്തിയാണ്. പുത്തനാറിലെ വേസ്റ്റ് കളഞ്ഞാൽ വേസ്റ്റ് മാത്രം, പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞാൽ അങ്ങനെ ഇരിക്കും ഉള്ള വെള്ളം. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളെ പുത്തനാറ്, പാർവതി പുത്തനാറില്ല സെയിം വെള്ളമാണ് കിടക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, പറയാനേ പറ്റുള്ളൂ. പക്ഷെ അതാണ് സാധനം. തൊട്ടപ്പുറത്ത് മെയിൻ റോഡ്. ഫോട്ടോ എടുക്കാം. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോണേ. സോറി. ഇത് ആറ് കൊള്ളാന്നുള്ളത് ഫോട്ടോ എടുക്കാൻ ബെസ്റ്റ് കേട്ടോ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ മാത്രം സൂപ്പറാണ്. കാല് മുക്കി അസുഖം പിടിക്കുന്ന ഫോട്ടോയ്ക്ക് റെഡി ചെയ്യുന്നുണ്ടോ? ആണ്ട് അതിന് മാത്രം കൊള്ളാം. കാശ്മീർ ഹൗസ്. हेलो गाइस, मेरा काश्मीरी घर, हमारा काश्मीरी घर देखो बहुत सुंदर है. मेरा भैया बादशाह സൂപ്പർ അല്ലേ? ഇവിടെ അങ്ങനെയുണ്ട്. ചെറിയ വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. കയറി വന്നു കഴിഞ്ഞാൽ അകത്ത് നല്ല വിശാലമാണ്. പുറം കാണാൻ ചെറുതായിരിക്കും. കാണിച്ചു തരാം. വാച്ച് ഇറ്റ്. കണ്ടോ? പുറം കാണാൻ വളരെ ചെറുതായിരിക്കും. കയറി കഴിഞ്ഞാൽ വിശാലമായ ഷോറൂമൊക്കെയാണ് കാണുന്നത്.
അതാണ് കാശ്മീർ. പോവാം. നിങ്ങൾ കണ്ടോ, ചെറിയ ചെറിയ മുടുക്കളാണ് കാശ്മീരിൽ. അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കറിയാം, നമ്മളങ്ങനെ വന്നത്. ഇത് ചെറിയ വഴിയാണ്, ഇങ്ങോട്ട് വഴിയുണ്ട്. നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്, മെയിൻ റോഡിൽ നിന്ന് ചെറിയ വഴിയിലോട്ട് പോകും. അല്ലെങ്കിൽ നോക്കിയിട്ടാ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ എന്താണ് കാണുന്നത് കാണിച്ചത്. നമ്മളെ കാശ്മീരി വീട്ടിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നേരെ കാണുന്നത് ഇത് എന്താണ് പറയാൻ പോണത്. വൈബ് വൈബ് ഷിക്കാര റൈഡ്. ഇതാണ് ഷിക്കാരയുടെ തൊട്ട് അടുത്തായിട്ടാണ് നമ്മളെ വീട്, കാശ്മീർ വീട്. നേരെ കൊണ്ട് ചൂണ്ടയിട്ടിട്ടിരിക്കും. ഇതാ സാധനമാണ് ഇതാണ് സാധനം. അങ്ങനത് ചെറിയൊരു മൈദ ഇതന്നെ സാധനം. ഒരു ബേസ് എന്നൊക്കെ പറയുന്നത് പുതിയ പേരാണ്. ഇതാണ് സാധനം. ഇതൊന്നും ബേസ് ഈ മൈദ കൂടെ മിക്സ് ചെയ്ത് ഇട്ടെടുക്കും, ചൂടെ ഫ്രണ്ട് ഇട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ അതുപോലെ കിട്ടിയാൽ കിട്ടി. കൈ വെച്ചുള്ള പണിയൊന്നും കാണിച്ചോളായിരുന്നു. കൈ ഇട്ട് നീന്താൻ നോക്കുക. എല്ലാവരും പറയും കൈ വെച്ചാൽ പൊള്ളുമെന്ന്. കൈ വെച്ചാൽ പിന്നെ പൊള്ളു, ഇപ്പോൾ പൊള്ളില്ല. ഇത് ആ ഭാഗത്തുണ്ടോ ഇത് സ്റ്റാർട്ടിങ്, റൈഡ് സ്റ്റാർട്ടിങ്. പിന്നെ ആ ഭാഗത്ത്, ഇത് ഈ ഭാഗത്തുണ്ട് നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ. ഇവിടെയും സ്റ്റാർട്ടിങ്. നമുക്ക് ആ ഷിക്കാര അതിൻ്റെ തൊട്ടടുത്തന്നെ കിട്ടും ഷോപ്പുകൾ. ഇവിടെയും സ്റ്റാർട്ടിങ് ആണ്. ഇവിടെ നിന്ന് ആളെ കയറ്റി കൊണ്ടുപോയി ഇതൊക്കെ അതിനിട്ടിരിക്കുന്നു. കൊണ്ടുപോയി ഒരു ലൈക്കിലൊരു കറക്കം, ലൈക്കിൽ മൊത്തത്തിൽ ഒരു കറക്കം കറങ്ങിയിട്ട് അവിടെ തന്നെ ഷിപ്പ് മോഡല് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് മോഡല് വള്ളങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറക്കി വിടും. നമുക്ക് ആവശ്യമുള്ള ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് നല്ല വില വാങ്ങിക്കും കേട്ടോ, നല്ല വിലയൊക്കെ വാങ്ങിക്കും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. വള്ളം പോലെ വലിയ ഹൗസ് ബോട്ട് പോലെ ഇരിക്കും, പക്ഷേ അത് തുണിക്കട അങ്ങനെയൊക്കെയാണ്. ഹൗസ് ബോട്ട് പോലെ ഇരിക്കും കാണാനായിട്ട്. തുണിക്കടയായിരിക്കും, ഹോട്ടലായിരിക്കും. അത് ഇതിൽ തന്നെ കയറി പോയാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ. ബാക്ക് വഴിയും പോകാൻ തോന്നുന്നു. ഈ വഴി തന്നെ ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ കയറാൻ തോന്നുന്നു. പോയി നോക്കാം, രാത്രി പോയി നോക്കാം. അങ്ങോട്ടാ എങ്ങോട്ടാ? നേരെ ഇങ്ങോട്ട് വലിക്കുന്നത് കേട്ടോ. ഭീമാപള്ളി മല എല്ലാവർക്കും അറിയാം കേരളം. ഭീമാപള്ളി മല ഭീമാപള്ളി अच्छा ഷിക്കാര ഹൗസ് ബോട്ടിംഗ് വേൾഡ് എന്തോ പറയല്ല. എന്താ അത്? ശുദ്ധജല തടാകം. വേൾഡ് ശുദ്ധജല തടാകം അല്ലേ ഇത്? ഇങ്ങനെയാണ് തോന്നുന്നത്. ഈ വായിലോട്ട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളെ വിശ്വസിക്കണ്ട. ആ ഒരു സാധനമാണ് ഇത്. ദോ കാണുന്നുണ്ടോ? ദോ കാണുന്നുണ്ടാവും. കാണുന്നത് ഞാൻ പറഞ്ഞ ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ. ബോട്ടുകളല്ല, ഹൗസ് ബോട്ട് പോലെ കിടക്കും. കൊണ്ടിൽ കാണുമ്പോൾ ഹൗസ് ബോട്ട് പോലെ ഇരിക്കും. പണം പിടിക്കാനുള്ള മെഷീനാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളൊക്കെ ഉള്ള പണം വെച്ച് വാങ്ങിക്കാം. ആ മറ്റവന്മാർ കുറേ നേരമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വേറെ ആളും വലിക്കും. എന്നാൽ അങ്ങ് കിട്ടും. ഭാഗത്ത് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടോ ബാക്കിൽ?
ഒരു ചൂണ്ടയിൽ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി മീൻ പിടിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് പിടിക്കണമെങ്കിൽ വലിച്ച് കിട്ടിയ അവന്മാരിത് തിന്നുന്നു. അവരവിടെ ഇതിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. കൈ ഞാൻ പോണു ഇവിടെ എനിക്ക് കഴിയ. അവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാർക്ക് ആ ഭാഗത്ത് കയറുന്നു. ഇതിലോട്ട് റൈഡിനോട്ട് കയറുന്നത് അപ്പോൾ ഭയങ്കര തിരക്കാണ്. ക്യാമറ ഓഫ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ ആൾക്കൂട്ടത്തിലൊന്നും ഇങ്ങനെ എന്തായാലും എൻ്റെ ഡ്രസ്സ് കയറുണ്ട്. ഇതൊക്കെ വാടക എടുത്തൊന്നുമല്ല, ഇവിടെ ഉള്ള വീട്ടിലുള്ള ആൾക്കാരെ. ടോപ്പ് മാത്രം ഇങ്ങനെ കിടക്കണം. മറ്റേ കഫ്താൻ ടൈപ്പിലെ ഡ്രസ് ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്. ഫുഡുകൾ നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ട്രീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് 4 വർഷം വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. പോയി നോക്കാം അവിടെ എന്തെല്ലാം ഫുഡുണ്ട് നോക്കാം. പോയി നോക്കാം. ഖയാൻ ചോക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര് ഖയാൻ ചോക്ക്. ഞാൻ പറയാം. ഓ ചിക്കനൊക്കെ തൂക്കി കൊന്നിട്ടിരിക്കുകയാണ് കേട്ടോ.
സൂപ്പർ ആയിട്ടിരിക്കണേ. അടിപൊളി പറഞ്ഞേട്ടാ കേറുകട മക്കളെ മലയാളിയെ കണ്ട അറിയാം. പല സാധനങ്ങളാണ് കിട്ടിക്കുന്നത് കേട്ടോ. താങ്ക് യു. കാണുമ്പോ തന്നെ കടിച്ച് തിന്നാൻ തോന്നാം അല്ലേ? സ്വീറ്റ്സ്. സ്വീറ്റ്സ് നമ്മളെ കണ്ടോണ്ടേ മലയാളി മനസ്സിലായി. സ്വീറ്റ്സ് ഉള്ളിപ്പക്കവട, ജിലേബി, ലഡു, ജിലേബി. ഈ രണ്ട് സൈഡ് അധികം അല്ലേ ഫുള്ളായിട്ട്. അപ്പുറ സൈഡ് ഇതെന്തോന്നാണ്? ഇതിന്റെ പേരെന്തിനാണ്? കബാബ്. അപ്പുറത്ത് വെറൈറ്റി സാധനം തൂക്കിട്ടിരിക്കുന്നു. പീസ് മട്ടന്റെ പീസാ? മട്ടന്റെ പീസ്. മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് കയറുന്നത്. എൻ്റെ പോലെ എന്തൊരു സാധനം ഇതൊക്കെ. മറ്റീന മട്ടനാണ് കേട്ടോ. ബീഫ് മട്ടൻ്റെ തന്നെ ഓരോ ചിക്കൻ ഇരിക്കുന്നതല്ല, മുട്ട വരെ കറിയൊക്കെ കൂടിയിട്ട് കഴിയുന്നത്. ചിക്കനൊക്കെ ഓരോ സ്റ്റൈലാണ് അല്ലേ? ഓരോ സ്റ്റൈല് മസാലയാണ്. ബീഫ്, ചിക്കൻ ഇതെല്ലാം ചിക്കനാണ്. എല്ലാം ചിക്കൻ്റെ ഓരോ വെറൈറ്റി. ബാക്കിലോട്ട് പോകുമ്പം മട്ടൻ, ബീഫ് അങ്ങനെ പോകും കേട്ടോ. സാധനം എന്ത് തരം സാധനം, എന്ത് സ്റ്റൈലാണ് ഇതൊക്കെ. എല്ലാം ഇത് തന്നെ കേട്ടാ, ഒരു രക്ഷയില്ല. മട്ടൻ, മീൻ വരെ ഉണ്ട്, ഫിഷ് വരെ ഉണ്ട്. ചിക്കാരി ഫിഷ് അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിച്ചു കൊന്ന് കെട്ടി തൂക്കി. കാണുന്ന ആദ്യം കേട്ടോ. ഇതൊക്കെ മട്ടന്റെ പീസാണ് ഇരിക്കുന്നത് കേട്ടോ. മട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളവിടുത്തെ മട്ടൻ അല്ല, ഇത് ചെമ്പരിയാടിന്റെ മട്ടൻ. ചെമ്പരിയാടാണ്, ചെമ്പരി മട്ടൻ. മട്ടൻ വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പൈപ്പാ. ഇതൊക്കെയാണ് മട്ടന്റെ വെറൈറ്റി സാധനങ്ങൾ. റോൾ മട്ടൻ ചീസ് കബാബ്. മട്ടൻ ചീസ് കബാബ്. മട്ടൻ ചീസ് കബാബ്. ബിരിയാണി. മട്ടൻ ചീസ് കബാബ്. മട്ടനാണ് കേട്ടോ. 50 രൂപ. ബീഫ് കബാബ് 50 രൂപ. ഈ ഒരു കമ്പിയാണ് 50 രൂപ. പിടിച്ച് 50 രൂപ ഇട്ടിരിക്കുന്നത്. എല്ലാത്തിനും 50 രൂപ. क्या है भैया? क्या है? खरबूजा. ബാക്കിയെല്ലാം നമുക്ക് അറിയാമല്ലോ. ഗർഗൂസ. ആപ്പിളൊക്കെ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചൊക്കെയാണ് തിന്ന ആപ്പിള്. ആര് കാണാൻ? ഒന്നും കാണാറില്ല. ഇല്ല, നിങ്ങളെ കാണിച്ചു തരാണ് കൊണ്ട് നടക്കാം. ഈ സ്ട്രീറ്റിന്റെ പേരെന്തോന്നു? ഈ സ്ട്രീറ്റിന്റെ പേര് ഖയാം ചോക്ക്. ഖയാം ചോക്ക്. എന്ത് ബീഫാണ്, മട്ടനൊക്കെ ഇവിടെ മെയിൻ സാധനം. കബാബ്.
അവിടെ Hey, street food. Hey, street food. Hey, street food. अरे भैया इसका रेट कितना है भैया? एक स्टिक 50 रुपया. हाँ ഇത് ഒരെണ്ണം 50 രൂപ. വാങ്ങിച്ചു മുട്ട വേണം. എനിക്ക് മുട്ട വേണം. മട്ടൻ മതിയല്ലോ. എനിക്ക് ചിക്കൻ മതി. അങ്ങനെ മട്ടൺ സെയിം മറ്റേ മട്ടയില്ല ബീഫ് മട്ടനായിരിക്കണം. മട്ടയിരിക്കണം. इसका 3 है. 3 चिकन 3 मटन कोई നിങ്ങൾക്ക് മട്ടൻ മതിയാ? മട്ടൻ 50 എല്ലാം 50. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൻ്റെ നിലവാരം. ഇതാണ് നമ്മൾ നോക്കിയത് ഏറ്റവും കുറച്ച് 50 രൂപയെന്നല്ല, സ്ട്രീറ്റിൽ കൊടുക്കുന്ന ഇതാണോ ഇവിടുന്ന് വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പോവണേ. BBQ നമ്മൾ പോവേണം. നമ്മൾ നാളെ വേറൊരു വീട്ടിട്ട് വരാം. ബൈ.